ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും മീൻകറിയൊക്കെ വെക്കാനൊക്കെ അറിയാം. നല്ല ഓരോ വെറൈറ്റി വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടും. അപ്പോൾ എനിക്കിന്ന് വറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത് പുളിയാണ്. ഇതിൻ്റെ പേര് പല സ്ഥലത്തും പലതായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പുളി ഇട്ട് ഞാൻ മീൻകറി വെക്കുന്നതാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പുളിക്ക് മാങ്ങയ്ക്കുമൊക്കെ പകരമായിട്ട് ഈ പുളിയാണ് ഞാൻ കീറിയിടുന്നത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. വറ്റയെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അരപ്പിന് ആവശ്യമായിട്ടുള്ള ചേരുവകളെല്ലാം അരച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. തേങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി, ചെറിയ ഉള്ളി, ഉലുവപ്പൊടി, സ്വല്പം കുരുമുളക് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ പുളി ഒന്ന് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം. പുളിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരച്ച് വെച്ചേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമ്മൾ ഒഴിക്കുകയാണ്. പുളിക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് നമുക്ക് ചെറിയ തീയിലിട്ട് ചെയ്യാവുന്നതാണ്. തിക്ക് ഗ്രേവി വേണ്ടുന്നവർ ഇപ്പം തന്നെ ഗ്രേവിയുടെ അളവിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. മീൻ ഓരോന്നായിട്ട് നമുക്ക് പറക്കിയിട്ട് കൊടുക്കാം. എല്ലാം പറക്കിയിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഇത് അടുപ്പിലോട്ട് വെക്കാവുന്നതാണ്. ഞാൻ ഇതിനകത്തോട്ടൊരു 2 പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട്. മുളകൊക്കെ അവരൊരു ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ മീനെല്ലാം ഏകദേശം അനന്ന് വന്നിട്ടുണ്ട്. സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചുറ്റി കറക്കാവുന്നതാണ് നമുക്ക്. മീൻകറി എല്ലാം വെന്തിട്ടുണ്ട്. നല്ലപോലെ മണമൊക്കെ വരുന്നുണ്ട്, കണ്ടല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ആരും ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് രുചി അറിയുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.